ഇന്ത്യയുടെ 40 ധീര ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരവാദികൾക്ക് ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ പാകിസ്ഥാനെ വെറുതെ വിടില്ലെന്ന് രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും. അതിനുശേഷം ഉറി ആക്രമണത്തിന് നൽകിയ മറുപടിയേക്കാൾ ശക്തമായ ആക്രമണമായിരിക്കും നൽകുക എന്ന് വ്യക്തമായ സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞു. ഉത്തരവാദികളായ ആരെയും വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പും നൽകി. ജവാന്മാരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിനെതിരെ രാജ്യത്താകമാനം വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനാൽ ജനങ്ങളുടെ വികാരം മാനിക്കുന്നെന്നും പ്രധാനമന്ത്രി ഇന്ന് രാവിലെ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 137 യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. സൈന്യം വായു ശക്തി എന്ന പേരിൽ അഭ്യാസം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ മുന്നറിയിപ്പായി അത് മാറും. സായുധ സേന ഹെലികോപ്റ്ററുകളും അതിർത്തിയിലുണ്ട്. തിരിച്ചടിക്കുമെന്ന് കരസേന മുൻ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ് പറയുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം ഒഴിവാക്കുമെന്നും അദ്ദേഹം പറയുന്നു. നമ്മൾ ശക്തരാണ്. നേരിടാൻ ശത്രുവിന് കഴിവില്ലാത്തത് കൊണ്ടാണ് ഭീകരാക്രമണം അഴിച്ചുവിടുന്നത്. അതിനാൽ നയതന്ത്രപരമായ നീക്കം വേണം നടത്താൻ. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അടുപ്പം കാരണം പാകിസ്ഥാനുമായി റഷ്യ കൂടുതൽ അടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഭീകരാക്രമണത്തിനുള്ള നിരവധി ശ്രമങ്ങളാണ് സൈന്യം ദിവസേന പരാജയപ്പെടുത്തുന്നത്. കാശ്മീരിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇല്ലാത്തതും കാര്യങ്ങൾ വഷളാക്കി. സൈനിക തലത്തിലുള്ള പരിഹാരമല്ല കാശ്മീരിൽ വേണ്ടതെന്ന് മുൻ ലഫ്റ്റനന്റ് ജനറൽ ചാക്കോ തരകൻ പറയുന്നു. രാഷ്ട്രീയ ചർച്ചകളിലൂടെയും നടപടികളിലൂടെയും ജനങ്ങളെ സർക്കാരിനൊപ്പം അണിനിരത്തുകയാണ് വേണ്ടത്. അതേസമയം പാകിസ്ഥാന് മറുപടിയും നൽകണം. പഠാൻകോട്ട് ഉറി ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണ്. അവരുടെ അധീനതയിലുള്ള പാകിസ്ഥാനിൽ നിരവധി തീവ്രവാദ ക്യാമ്പുകളാണുള്ളത്. അവർക്ക് വേണ്ട പരിശീലനവും സഹായവും നൽകുന്നത് പാക് സൈന്യമാണ്. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള സർക്കാരിന്റെ നീക്കം നല്ലതാണ്. ഉറി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിലേക്ക് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു. ഒരു സൈനികൻ പോലും മരിക്കാതെയാണ് ഇന്ത്യ ആ ദൗത്യം പൂർത്തീകരിച്ചത്. അതിനാൽ ആ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 90കളിൽ അതിർത്തി കടന്നാണ് പാക് ഭീകരർ എത്തിയിരുന്നത്. ഇന്നവർ കാശ്മീരിലെ യുവാക്കളെ വഴിതെറ്റിച്ച പണവും ആയുധങ്ങളും നൽകി സൈന്യത്തിനെതിരെ തിരിച്ചുവിടുകയാണ്. അവരെ ഉപയോഗിച്ചാണ് ചാവേർ ആക്രമണം അഴിച്ചുവിടുന്നത്. അതിനാൽ അവരെ ബോധവൽക്കരിച്ച് രാജ്യത്തിനൊപ്പം നിർത്താനും പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകാനും ഇന്ത്യക്ക് കഴിയണം. എങ്കിലേ കാശ്മീരിൽ സമാധാനം പുലരൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.